കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ രാത്രി സമയം കർത്താവിന്റെ പാദപീഠത്തിൽ നമുക്ക് ഒരുമിച്ച് ഉപവാസ പ്രാർത്ഥനയായിട്ട് കടന്നു വരുവാൻ കർത്താവ് ഇടവരുത്തിയല്ലോ. നമ്മൾ പാടിയതുപോലെ ഹാല്യ സ്തോത്രം. കർത്താവിന്റെ വരവ് ഹാല്യ ഏറ്റവും ആസന്നമായിരിക്കുന്നു. അവനോടുള്ള വാസം 1000 ആണ്ട് വാസം. ഹാല്യ സ്തോത്രം എത്ര മനോഹരമാണ്. ഈ ലോകത്ത് നമുക്ക് വളരെ ചുരുക്കമായിട്ട് ജീവിതം മാത്രമുള്ളപ്പോൾ ഹാല്യ സ്തോത്രം. എന്നാൽ ഹാല്യ സ്തോത്രം ആ കർത്താവിനോട് കൂടെയുള്ള വാസം ഹാല്യ നമ്മൾ പാടിയതുപോലെ ഹാല്യ ആ സുന്ദര രൂപനെ ഞാൻ ഈ ഹാല്യ സ്തോത്രം വേഗം കാണും. അവൻ എന്നെ ചേർക്കുവാൻ കടന്നു വരുന്നു. അവൻ ഉള്ളിടത്ത് ഹാല്യ സന്തോഷ പരിപൂർണതയാ ഉള്ളത്. അവിടെ രാത്രിയില്ല, ഹാല്യ പകലില്ല. ഹാല്യ സ്തോത്രം അവൻ തന്നെ വെളിച്ചമായിരിക്കുന്ന ഒരു ഹാല്യ സ്തോത്രം ഒരു സ്ഥലം. ഹാല്യ ആ കർത്താവിനെ കുറിച്ച് ഉത്തമഗീതത്തിൽ പറയുന്നത്, എന്റെ പ്രിയൻ വെണ്മയും ചുമപ്പുമുള്ളവൻ, 10,000 പേരിൽ അതിശ്രേഷ്ഠൻ. ഹാല്യ അവന്റെ ശിരസ് അതിവിശേഷമായ തങ്കം, അവന്റെ കുറുനരികൾ ചുരുണ്ടും കാക്കയെ പോലെ കറുത്തുമിരിക്കുന്നു. അവന്റെ കണ്ണ് നീർത്തോട് പോലെ അരികിലുള്ള പ്രാവുകൾക്ക് തുല്യം എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ആ കാന്തനെ കാണുവാൻ ഹാല്യ സ്തോത്രം വെമ്പലോടെ ആവലോടെ ആയിരിക്കുന്ന ദൈവജനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കളെ, നമ്മൾ പാടിയതോ ഹാല്യ സ്തോത്രം ആരാധിച്ചത് കൊണ്ട് കാര്യമില്ല. ആ കർത്താവിനെ കാണണമെങ്കിൽ കർത്താവ് എങ്ങനെയാണോ ഈ ലോകത്ത് നമ്മോട് ജീവിക്കുവാൻ കൽപ്പിച്ചത് അതിനനുസരിച്ച് നാം ഹാല്യ സ്തോത്രം മുന്നേറേണ്ടത് ആവശ്യമാണ്. ഇന്ന് ഹാല്യ സ്തോത്രം രാത്രി സമയം കർത്താവ് ഹാല്യ ഉപവാസ പ്രാർത്ഥനയും നമുക്ക് ഇത്രയും പേർക്കെങ്കിലും കടന്നു വരുവാൻ കർത്താവ് ഇടവരുത്തിയല്ലോ. എല്ലാ ഹാല്യ സ്തോത്രം കൃപകൾക്കായി സ്തോത്രം. കടന്നു വന്ന കർത്താവിന്റെ ദാസനും എല്ലാ ദൈവമക്കൾക്കും വേഗം വരാതിരിക്കുന്ന ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ സ്നേഹ വന്ദനം അറിയിച്ചുകൊള്ളുന്നു. ഹാല്യ സ്തോത്രം. ഞാന് ഹാല്യ സ്തോത്രം ഈ ഉപവാസ പ്രാർത്ഥനയിൽ എന്ത് ദൈവമക്കളോട് സംസാരിക്കണം എന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന കാര്യം, കഴിഞ്ഞ ദിവസങ്ങളൊന്നും നമ്മൾ ബൈബിൾ സ്റ്റഡി ആയിട്ട് കടന്നു വരുവാൻ ഇടയായില്ല. എന്നാൽ ബൈബിൾ സ്റ്റഡി നമ്മോട് സംസാരിച്ച ഒരു ലേഖനമുണ്ട്. ഒന്ന് യോഹന്നാന്റെ ലേഖനം. അത് ആ ലേഖനത്തിലെ 1-ാമത്തെ അധ്യായം നമ്മൾ പഠിച്ചു കഴിയുവാൻ ഇടയായി. എന്നാൽ അതിനകത്തെ ഒരു വാക്യങ്ങൾ, 1-2 വാക്യങ്ങൾ അതിനെ ആസ്പദമാക്കി ഇന്ന് രാത്രി സംസാരിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ടായി. നോക്കിക്കോണേ, AD 90 എഫെസോസിൽ വെച്ച് അവിടെയുള്ള എല്ലാ വിശ്വാസികൾക്കും എഴുതിയിരിക്കുന്നത് ഒരു ലേഖനമാണ് 1 യോഹന്നാന്റെ ലേഖനം എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ക്രിസ്തീയ സുവിശേഷത്തിന്റെ അടിസ്ഥാന സത്യങ്ങൾ ദൈവജനത്തെ ഇല്ലെങ്കിൽ വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ഉറപ്പിക്കേണ്ടതിനും ഇല്ലെങ്കിൽ ദുരുപദേശങ്ങളെ ചെറുത്ത് സഭയെ ശുദ്ധീകരിക്കേണ്ടതിനും വേണ്ടിയാണ് ഈ ഹാല്യ സ്തോത്ര ലേഖനങ്ങളൊക്കെ എഴുതിയെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. AD 90 62-ാമത്തെ പുസ്തകമായ 5 അധ്യായമുള്ള 105 വാക്യങ്ങളുള്ള ഒരു അധ്യായം, ഒരു ലേഖനമാണ് 1 യോഹന്നാന്റെ ലേഖനം എന്ന് നമുക്ക് കാണുമോ. വെറും 5 അധ്യായം മാത്രമേ ഉള്ളൂ. എന്നാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിന്റെ ആദ്യത്തെ കാര്യങ്ങൾ പഠിക്കുവാനിടയായി. നോക്കി, അതിന്റെ 1 മുതൽ ഉള്ള വാക്യങ്ങൾ അവിടെ കാണുമ്പോൾ 1 മുതൽ 4 വരെയുള്ളൊരു വാക്യങ്ങൾ വായിച്ച് ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അത് വേറൊരു ട്രാൻസ്ലേഷൻ ഇങ്ങനെ പറയുന്നു. എന്താ പറയുന്നു? ആദ്യത്തെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 1-ാമത്തെ വാക്യം അവിടെ ഇല്ലെങ്കിൽ ഞാൻ തന്നെ വായിക്കാം. ആദിമുൽ ഉള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങൾ കൈതൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. നോക്കിയേ, അവിടെ വേറൊരു ട്രാൻസ്ലേഷൻ ഞാൻ ഇങ്ങനെ വായിക്കുവാനിടയായി. നിത്യകാലവും ഉണ്ടായിരുന്നതെങ്കിലും ഞങ്ങൾ നേരിട്ട് കേൾക്കുകയും സ്വന്തം കണ്ണുകൊണ്ട് കാണുകയും അടുത്ത് പരിചരിക്കുകയും സ്വന്തം കൈകളാൽ സ്പർശിക്കുകയും ചെയ്ത ജീവന്റെ വചനമെന്ന ഒന്നിനെ പറ്റിയാണ് ഞങ്ങൾ എഴുതുന്നത്. നോക്കിയേ, നിത്യകാലവും ഉണ്ടായിരുന്നതെങ്കിലും ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റി. യോഹന്നാൻ പറയുകയാണ്, ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ, സ്വന്തം കണ്ണുകൊണ്ട് നേരിട്ട് അന്നത്തെ ഞാൻ പറഞ്ഞല്ലോ, ഡോസ്റ്റിക് വിശ്വാസികള് ഇല്ലെങ്കിൽ ദൈവം ഒരു മായാ ആണ് ഇല്ലെങ്കിൽ മായാ ജാലമാണ് എന്നൊക്കെ, കേവലം ഒരു മായ കാഴ്ച മാത്രമാണെന്നൊക്കെ ഇരിക്കുന്ന
ഡോസ്റ്റിക്ക് വിശ്വാസികളോട് പറയുകയാണ്, നോ, അങ്ങനെയല്ല, നിത്യകാലം. ഈ ട്രാൻസ്ലേഷൻ പറയുകയാണ്, നിത്യകാലം ഉണ്ടായിരുന്നതെങ്കിലും ഞങ്ങൾ നേരിട്ട് കേൾക്കുകയും സ്വന്തം കണ്ണുകൊണ്ട് കാണുകയും അടുത്ത് പരിചരിക്കുകയും സ്വന്തം കൈകളാൽ സ്പർശിക്കുകയും ചെയ്ത ജീവന്റെ വചനമെന്ന ഒന്നിനെ പറ്റിയാണ് ഞങ്ങൾ എഴുതുന്നത്. ജീവൻ തന്നെയാണ് അപ്രകാരം ഞങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷമായത്. ഒരാൾ ട്രാൻസ്ലേറ്റ് ചെയ്തതിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അത് ജീവൻ തന്നെയാണ് അപ്രകാരം ഞങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷമായി. ഞങ്ങൾ അതിന് ദൃക്സാക്ഷികളാണ്. യോഹന്നാൻ പറയാണ്, ഞങ്ങൾ അതിന് ദൃക്സാക്ഷികളാണ്. ഇപ്പോൾ അതിനെപ്പറ്റി ഞങ്ങൾ നിങ്ങൾക്ക് എഴുതുകയാണ്. അതിനെപ്പറ്റി നിങ്ങളോട് എഴുതുവാൻ ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ലേഖനം എഴുതുന്നത്. അല്ലാതെ ഇതൊരു മായാക്കാഴ്ചയോ ഇല്ലെങ്കിൽ അല്ല എന്ന് അവിടെ സമർത്ഥിച്ചുകൊണ്ട് എഴുതുകയാണ്. ദൈവത്തിന്റെ ജീവനുള്ള വചനം എല്ലാ കാലത്തും നിത്യമായി പിതാവിനോട് നിലനിൽക്കുന്നു. നോക്കിക്കോണേ, ദൈവത്തിന്റെ ജീവനുള്ള ഈ വചനം, അതായത് യേശു ക്രിസ്തു, എല്ലാ കാലവും നിത്യമായി പിതാവിനോടൊപ്പം നിലനിൽക്കുന്നു. ഈ വചനം ഒരു വ്യക്തി എന്ന നിലയിൽ ഞങ്ങൾക്ക് പ്രത്യക്ഷനായി. നോക്കിയേ, ഒരു വ്യക്തി എന്ന നിലയിൽ ഈ ലോകത്ത്, അത് നമുക്ക് ഫിലിപ്പിയ ലേഖനത്തിൽ വായിക്കുവാൻ കഴിയും. ഒരു വ്യക്തി എന്ന നിലയിൽ എന്താണ് ഈ വചനം ഞങ്ങൾക്ക് സ്വത്രം പ്രത്യക്ഷനായി. ഞങ്ങൾ അദ്ദേഹത്തെ കാണുകയും കേൾക്കുകയും ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ പറ്റി ആണ് നിങ്ങൾക്ക് എഴുതുന്നത്. നോക്കിയേ, ഞങ്ങൾ അദ്ദേഹത്തെ പറ്റി കേട്ടു, ഞങ്ങൾ അദ്ദേഹത്തെ പറ്റി അറിഞ്ഞു, ഞങ്ങൾ അദ്ദേഹത്തെ പറ്റി കേട്ടു, കാണുവാനിടയായി. അത് നിങ്ങൾക്ക് ഞങ്ങൾ എഴുതുന്നു. അതില്ലേ അവിടെ പറയുന്നത്, ആ ജീവന്റെ വചനം സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ നിങ്ങളും ഞങ്ങളോടൊപ്പം പങ്കുചേരാൻ വേണ്ടിയാണ് ഇത് നിങ്ങൾക്ക് എഴുതുന്നത്. നോക്കിയേ, അവിടെ പറയുകയാണ്, പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും കൂടെയുള്ള കൂട്ടായ്മയിൽ നമുക്കും പങ്കാളികളാകുവാൻ, ഇല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം പങ്കാളികളായി തീരുവാൻ വേണ്ടിയാണ് ഇത് നിങ്ങൾക്ക് എഴുതുന്നത്. നമ്മുടെ സന്തോഷം പൂർണ്ണമായി തീരണം എന്നതാണ് ഇതിന്റെ ഉദ്ദേശം. നോക്കണേ, ഈ സന്തോഷം പൂർണ്ണമാണെങ്കിൽ പിതാവിനോട് ഒരുമിച്ച് ക്രിസ്തുവിനെ കുറിച്ച് തങ്ങൾ അറിഞ്ഞ് ആ യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങളും അറിഞ്ഞു ആ കൂട്ടായ്മയിൽ ഞങ്ങളോടൊപ്പം പങ്കുചേരുവാൻ ഭാഗ്യമുള്ളവരായി തീരണം എന്നുള്ള വ്യക്തമായ ആഗ്രഹത്തോടെയാണ് ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. നോക്കിക്കോണേ, സ്വത്രം എങ്ങനെ ഒരു ഇത്ര മനോഹരമായ ഒരു പാസേജാണ് അത് വിവർത്തനം ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ പറയും. താൻ പറയുന്നു, നിത്യകാലമായി ദൈവത്തോടു കൂടിയായിരുന്ന ആ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾ കാണുകയും ആ കർത്താവിനോടും ദൈവത്തോടുമുള്ള കൂട്ടായ്മയെ നിങ്ങളും ഞങ്ങളോടൊപ്പം പങ്കുചേരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന യോഹന്നാൻ ആഗ്രഹിക്കുകയും ചെയ്യുവാനാണ് യോഹന്നാൻ ഈ ലേഖനം എഴുതുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവമക്കളെ, യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലും ഇത് സ്വത്രം ഒരു വാക്ക് നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നു, ജീവന്റെ വചനം, ഇല്ലയോ? സ്വത്രം, ജീവന്റെ വചനം എന്നാണ് അവിടെ കാണുവാൻ കഴിയുന്നു. അത് ജീവന്റെ വചനം എന്നാൽ ക്രിസ്തു. സ്വത്രം, യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലും ലേഖനത്തിലും യേശു ക്രിസ്തുവിനെ പരാമർശിക്കാൻ യോഹന്നാൻ ഉപയോഗിക്കുന്ന പദമാണ് വചനം എന്ന് പറയുന്നത്. നോക്കിക്കോണേ, യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുവാൻ യോഹന്നാൻ ഉപയോഗിക്കുന്ന പദമാണ് വചനം. നോക്കിയേ, സ്വത്രം, നമുക്കറിയാം സ്വത്രം, വചനം ഒന്നാമത്തെ അധ്യായം അതിന്റെ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നതും ഇത് തന്നെയാ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. സ്വത്രം, ഇടിമുഴക്കത്തിന്റെ പുത്രനായ യോഹന്നാന്റെ സുവിശേഷ ഇടിമുഴക്കത്തോട് ആരംഭിക്കുകയാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, അല്ലേ? യേശു സ്വത്രം മോശ സൃഷ്ടിയുടെ ആരംഭത്തെ കുറിച്ച് പറഞ്ഞ് ആരംഭിച്ചപ്പോൾ യോഹന്നാനോട് പറയുകയാണ്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. നിത്യതയോ താണ് തന്റെ മുമ്പിലുള്ളത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. നിത്യതയിൽ വചനം ഉണ്ടായിരുന്നു. ഒന്നാം വാക്യത്തിൽ പറയുന്നു വചനം എന്ന് 3 പ്രാവശ്യം അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. നോക്കിയേ, ഈ യോഹന്നാന്റെ സുവിശേഷം എഴുതിയത് തന്നെ നമുക്ക് എന്താണെന്നറിയാമോ? ആ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ച്
പറയുവാനാണ് സുവിശേഷം എഴുതിയെന്ന് നമുക്ക് കാണുവാൻ. ദൈവത്വത്തെക്കുറിച്ച് ഇല്ലെങ്കിൽ യഹൂദന്മാരുടെ ഇടയിൽ ഇല്ലെങ്കിൽ ലോകത്തിന്റെ മുമ്പിൽ യേശു ക്രിസ്തു ഒരു മനുഷ്യനല്ല, ദൈവമെന്ന് സ്ഥാപിക്കുവാനാണ് സ്വത്രം എഴുതിയെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒരൊറ്റ സെക്കൻഡ്. ഓക്കെ, അവിടെ നമുക്ക് കാണുന്നത് സ്വത്ത് നോക്കി, യോഹന്നാന്റെ സുവിശേഷം ഞാൻ പറഞ്ഞല്ലോ, ആദിയിൽ ദൈവത്തിന്റെ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു. നോക്കിയേ സ്വത്രം യോഹന്നാൻ, ഞാൻ പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷം എഴുതിയത് തന്നെ യേശുവിന്റെ ദൈവത്വത്തെ കുറിച്ച് വ്യക്തമായി അല്ലെങ്കിൽ സംസാരിക്കുവാനാണ്, ഇല്ലെങ്കിൽ തെളിയിക്കുവാനാണ് എഴുതിയത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ ഈ സുവിശേഷമൊക്കെ നമ്മൾ പഠിക്കണം. സ്വത്ര ഈ സുവിശേഷങ്ങളിൽ വ്യക്തം. അതുകൊണ്ടാണ് ദൈവത്വത്തെ കുറിച്ച്, അവന്റെ മഹത്വം വെളിപ്പെടുത്തുവാനായിട്ട് സ്വത്രം നമുക്കറിയാം. കാനായിൽ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ ഒന്നാമത്തെ സ്വത്രം ഇല്ലെങ്കിൽ തന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ അടയാളത്തിന്റെ ആരംഭമായി. മറ്റുള്ള സുവിശേഷങ്ങളിൽ എല്ലാം നമുക്ക് കാണുന്നത് അത്ഭുതങ്ങളാണെങ്കിൽ യോഹന്നാന്റെ സുവിശേഷങ്ങൾ അടയാളം എന്നാണ് പറയുന്നത്. മറ്റുള്ള ഒരു സുവിശേഷത്തുമില്ലാത്ത ഏകദേശം 8 അടയാളങ്ങളെയാണ് യോഹന്നാൻ വെളിപ്പെടുത്തുന്നത്. അതിനകത്ത് രണ്ടെണ്ണം നമുക്ക് കാണുന്നത് മറ്റുള്ള ഇല്ലെങ്കിൽ സുവിശേഷത്തിലും കാണുവാൻ കഴിയുന്നു. നമുക്കറിയാം, വെള്ളം വീഞ്ഞാക്കിയത് അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമേ കാണത്തുള്ളൂ. രാജഭൃത്യന്റെ 4-ാം അധ്യായത്തിൽ രാജഭൃത്യത്തിന്റെ മകനുള്ള സൗഖ്യം കിട്ടിയത് അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമേ കാണുവാൻ കഴിയുന്നു. ബെത്സയിദ കുളക്കടയിൽ 38 സംവത്സരമായി കിടന്ന ഇല്ലെങ്കിൽ മനുഷ്യനെ പറ്റി 5-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നു. സ്വത്രം പിറവി കുരുടന് കാഴ്ച കൊടുത്തത് 6-ാം അധ്യായത്തിൽ കാണുന്നു. ലാസറിനെ ഉയർപ്പിച്ചത് 11-ാം അധ്യായത്തിൽ കാണുന്നു. അതിശയകരമായൊരു മീൻപിടുത്തത്തെ 21-ാം അധ്യായത്തിൽ കാണുന്നു. 5 അപ്പവും 2 മീനും നമുക്കറിയാം, അത് 6-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇല്ലെങ്കിൽ 8-ാമത്തത് കടലിൽ നടന്ന കാര്യങ്ങളും നമുക്ക് കാണുവാൻ കഴിയുന്നത് സ്വത്രം എവിടെ സ്വത്രം അതും മറ്റുള്ള അധ്യായത്തിൽ മറ്റുള്ള സുവിശേഷത്തിൽ കാണുവാൻ കഴിയുന്നു. ഞാൻ പറഞ്ഞത് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ സ്വത്രം യോഹന്നാൻ അവിടെ വരച്ചു കാട്ടുകയാണ്. വചനം സ്വത്രം എന്താണ്? അത് തന്നെയല്ല, അതുകൊണ്ടാണ് മരണത്തിന്റെ അധികാരം യേശുക്രിസ്തുവിലുണ്ട്. അതാണ് ലാസറിനെ കുറിച്ച് സ്വത്രം ലാസറിനെ മരിച്ചു ഉയർപ്പിച്ച സ്വത്രം ആ സംഭവം, ആ അടയാളം യേശുക്രിസ്തുവിന്റെ ആ ദൈവത്വത്തെ കുറിച്ച് ആർക്കാണ് ഉയർപ്പിക്കുവാൻ കഴിയുന്നത്? ഒരുവന് മാത്രമേ ഉള്ളൂ, അത് ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഇപ്പൊ യോഹന്നാൻ എഴുതും, ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം ജീവന്റെ വചനം അത് ക്രിസ്തുവാണെന്ന സുവിശേഷത്തിലും എവിടെയാണ് യോഹന്നാന്റെ ലേഖനത്തിലും 1-ാം ലേഖനത്തിലും നമുക്ക് കാണും. രണ്ടുകൂടെ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവിടെയും ജീവന്റെ വചനം. നോക്കിയേ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. യോഹന്നാന്റെ 1-ാം ലേഖനത്തിലും അത് തന്നെയല്ലേ സ്വത്രം നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്വത്രം വചനത്തിന് സ്വത്രം ആദ്യം മുതലുള്ളത് ഞങ്ങൾ കണ്ടത് അത് ജീവന്റെ വചനം സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. നോക്കണേ, സ്വത്രം അവിടെ വചനം ജഡമായി സ്വത്രം യോഹന്നാന്റെ സുവിശേഷം പറയുന്നു, വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളുടെ ഇടയിൽ പാർത്തു. അതായത് മനുഷ്യന്റെ ഒരു വ്യക്തിത്വം, അതായത് ദൈവത്തിന്റെ അവന്റെ വാക്കുകളാൽ യോഹന്നാൻ പറയുകയാണ് ആ വ്യക്തിത്വത്തെ സ്വത്രം താൻ വരച്ചു കാട്ടുകയാണ്. ദൈവത്തിന്റെ ആ ക്രിസ്തുവിനെ നമ്മുടെ മുമ്പിൽ സ്വത്രം വരച്ചു കാട്ടുകയാണ്. നോക്കിയേ, അവിടെ പറയുന്നു യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആരംഭത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് വചനത്തെ പറ്റി പറഞ്ഞതിന് ശേഷം ആ വചനത്തിനൊരു ഒരു ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട്. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. നോക്കിയേ, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു എന്നും അവിടെ സ്വത്രം സുവിശേഷകൻ സ്വത്രം പറയുവാനിടയായി. ഇന്ന് രാത്രി ദൈവമക്കളെ സ്വത്രം വചനം എന്നത് വചനത്തിന്റെ ഗ്രീക്ക് പദം ഇല്ലെങ്കിൽ ലോഗോസ് എന്നാണ്. സ്വത്രം യഹൂദനെ സംബന്ധിച്ച് ലോഗോസ് എന്ന് പറയുന്നത് ഒരു ശബ്ദം മാത്രമല്ല, സ്വത്രം ജീവനും ശക്തിയുള്ളതായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ടാണ് അവരുടെ സ്വത്രം ഓരോ സ്വത്രം
പലയിടത്തും ഈ വചനത്തെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവയുടെ വചനത്താൽ ആകാശവും ഭൂമിയും വായിലെ ശ്വാസത്താൽ അതിന്റെ സകലത്തെയും ഉളവാക്കി. സങ്കീർത്തനം 107 സങ്കീർത്തനം 20 പറയുന്നു, അവൻ തന്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, വചനം അയച്ചു സൗഖ്യമാക്കുന്ന ഒരു ദൈവത്തിന്റെ കരം നമ്മോട് കൂടെയുണ്ട്. ആ വചനത്തെ സ്വത്രം ക്രിസ്തുവായിരുന്നു. ആ ജീവന്റെ വചനം നമ്മുടെ ഇടയിൽ പാർത്തു. അവൻ നമുക്ക് സൗഖ്യം തന്ന് സ്വത്രം അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച ആ ദൈവത്തിന്റെ വചനത്തെ കുറിച്ചാണ് ഇന്ന് രാത്രിയിൽ സ്വത്രം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. സ്വത്രം നമ്മളൊന്ന് അറിയണം ആരാണ് യേശു ക്രിസ്തു എന്നത്. അവൻ അതിമനോഹരനാണ്. സ്വത്രം അവൻ കടന്നു വരുന്നു. 1000 സ്വത്രം 1000 ആണ്ട് അവനോടുകൂടെയുള്ള വാസം, നിത്യത വരെയുള്ള വാസം, അതൊക്കെ സ്വത്രം നമുക്ക് സ്വത്രം ആരോടുള്ള വാസമാണെന്നുള്ള ആ ഉത്തമ ബോധ്യം, ആ വ്യക്തിയെ കുറിച്ച് ഒരു ഉത്തമ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. സ്വത്രം വചനത്തെ പറ്റി ബൈബിളിൽ മറ്റുള്ളിടത്തൂടെ സ്വത്രം ഇത് ഞാൻ അന്ന് പറയുവാൻ സ്വത്രം നമുക്ക് സമയം കിട്ടില്ല. എന്നാൽ ഞാൻ വിചാരിച്ചു ഉപവാസ പ്രാർത്ഥനയ്ക്ക് അത് പറയാം. വചനത്തെ പറ്റി ബൈബിളിൽ മറ്റുള്ളിടത്ത് പറയുന്നത് സ്വത്രം ഇത് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമല്ലായിരുന്നു. നോക്കിയേ, എബ്രായ ലേഖനം 11:3 പറയുന്നു, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതെല്ലാം കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. നാം വിശ്വാസത്താൽ ഒരു കാര്യം അറിയുന്നു, എന്തെന്നാ, ഈ ലോകം മുഴുവൻ ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ആ വചനം അതുകൊണ്ടാണ് വചനം അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ആ വാക്കുകൊണ്ട് ഈ ഭൂമിയെയും ഭൂമണ്ഡലങ്ങളെയും നിർമ്മിച്ചുവെങ്കിൽ സ്വത്രം അവിടെ പറയുന്നു, എബ്രായ ലേഖന കർത്താവ് സ്വത്രം പൗലോസ് പറയുകയാണ്, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ ഉളവായി നിർമ്മിക്കപ്പെട്ടു എന്ന് ഞാൻ വിശ്വാസത്താൽ അറിയുന്നു. നോക്കി സ്വത്രം യോഹന്നാൻ പറയൂ 1:18 പറയുന്നു, സ്വത്രം എന്താ, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. നോക്കണേ, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ ഏകജനായ പുത്രനിൽ കൂടെ ആ ദൈവത്തെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് സ്വത്രം നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇനി നമുക്ക് വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ, അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നതും ഞാൻ കണ്ടു. നോക്കിയേ, സ്വത്രം വെളിപ്പാട് പുസ്തകം 19 അധ്യായം അതിന്റെ 11, 13, 11, 12, 13 വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ, ഞാൻ പറഞ്ഞില്ലയോ, ജീവന്റെ വചനത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സ്വത്രം സംസാരിക്കുന്നത്. ആ ജീവന്റെ വചനത്തെ എവിടൊക്കെ ബൈബിളിൽ കാണുവാൻ കഴിയുന്നു എന്ന് സ്വതം ഇന്ന് രാത്രി നമുക്ക് നോക്കുമ്പോൾ യോഹന്നാന്റെ ലേഖനത്തിൽ നാം വായിച്ചത് സുവിശേഷത്തിൽ കാണുവാൻ കഴിയുന്നു. യോഹന്നാന്റെ സ്വത്രം വെളിപ്പാട് പുസ്തകത്തില് വെളിപ്പാട് 19:11 അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു, ഒരു വെള്ളക്കുതിര അതിൽ പ്രത്യക്ഷനായി, അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്നും പേര്, അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അടുത്തത്, അവന്റെ കണ്ണ് അഗ്നിജാലയ്ക്കുള്ളവൻ, തലയിൽ അനേകം രാജമുടികൾ, എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്, അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. 13 വാക്യം പറയുന്നു, അവൻ രക്തം തളിച്ചു ഉടുപ്പ് ധരിച്ചിരിക്കുന്നു, അവന് ദൈവവചനം എന്ന് പേര്. നോക്കിയേ, സ്വത്രം വെളിപ്പാട് പുസ്തകത്തിൽ എഴുതുകയാണ്, അവന് ദൈവവചനം എന്ന പേര്. സ്വത്രം നോക്കി സ്വത്രം. അപ്പോ ജീവന്റെ വചനമായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് സ്വത്രം ക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാൻ വെളിപ്പെടുത്തുകയാണ്. അത് ഇന്നും ഇന്നലെ ഉള്ളതല്ല. 2000 വർഷം ജീവന്റെ വചനമായ ക്രിസ്തു 2000 വർഷം മുമ്പ് ബേത്ലഹേമിൽ ജനിച്ചു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലയോ? ബേത്ലഹേമിൽ ജനിച്ചു എന്ന് നമ്മൾ പറയാറുണ്ട്. 2000 വർഷം മാത്രമേ ഉള്ളൂ. സ്വത്രം. എന്നാൽ അങ്ങനെയല്ല. ആ 2000 വർഷം മുമ്പ് ഭൂമിയിൽ വന്ന് ജനിച്ചവനായി മാത്രം നാം അറിഞ്ഞാൽ പോരാ, അവിടുന്ന് നിത്യത മുതലേ ദൈവത്തോടുള്ളവനാണെന്ന് സ്വത്രം നാം അറിയണം. അതുകൊണ്ടാണ് പറഞ്ഞു, ആദിയിൽ ദൈവ വചനമുണ്ടായിരുന്നു. മനസ്സിലായോ? അതാ നിത്യത. ആദിയിൽ നോക്കിയേ, ആദിയിൽ വചനമുണ്ടായിരുന്നു. സ്വത്രം ഈ ലേഖനം അത് തന്നെയാ പറയുന്നത്, ആദിയിലുള്ളതും
ഞങ്ങൾ കണ്ടതും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ആ പരിഭാഷയില്ലേ, നിത്യകാലം ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്കത് കാണുവാൻ ഇടയായത്. ഞാൻ ആദ്യം പറഞ്ഞില്ലയോ, അത് പറയുന്നു. ഹാലിയ സ്വത്രം എന്താ? ആദ്യം ഞങ്ങൾ കണ്ടത്. സ്വത്രം ഈ വാക്കുകൊണ്ട്, ആദ്യം മുതലുള്ളത് എന്ന വാക്കുകൊണ്ട് ആരംഭിക്കുന്നത് ക്രിസ്തുവിന്റെ പൂർവാസ്തികത്തെ കുറിച്ചാണ്, പൂർവ ആ കാര്യത്തെ കുറിച്ചാണ് സ്വത്രം എന്ന് നമ്മൾ അറിയേണ്ടത് ആവശ്യമാണ്. യേശുവിനെ സ്വത്രം നോക്കിയേ. സ്വത്രം ഒരിക്കൽ യേശുവിനെ കൊടുക്കുവാൻ ശാസ്ത്രിമാരും ഇല്ലെങ്കിൽ പരീശന്മാരും യഹൂദന്മാര് കടന്നു വന്നുകൊണ്ട് യേശുവിനെ കൊടുക്കുവാൻ നോക്കിയപ്പോൾ, യോഹന്നാന്റെ ലേഖനം 8-ാം അധ്യായത്തില് നാം വായിക്കുമ്പോൾ, കർത്താവ് യഹൂദന്മാരുമായി സംവാദിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്: അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാൻ ഉണ്ടായിരുന്നു. നോക്കിയേ, നമ്മൾ ഇതെല്ലാം കണക്ട് ചെയ്ത് പഠിക്കണം. അവൻ യേശുക്രിസ്തുവിന്റെ അസ്തിത്വത്തെ കുറിച്ചാണ് ഞാൻ ഇത് നിങ്ങളോട് പറയുന്നത്. നോക്കി, 8-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ യേശു എന്തുവാ 8:1 യേശുവോ ഒരു മലയിലേക്ക് പോയി. അധികാലത്തെ അവൻ പിന്നെയും ദേവാലയത്തിൽ ചെന്നു. അത് താഴോട്ട് പറയുമ്പോ ഈ സ്ത്രീയെ, വ്യഭിചാരത്തിൽ പിടിച്ചിരിക്കുന്ന സ്ത്രീയെ കല്ലെറിയുവാൻ, ഇല്ലെങ്കിൽ ന്യായപ്രമാണം അനുസരിച്ച് കല്ലെറിയണമെന്നാണ് മോശയുടെ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നത്. നീ ഇവളെ കുറിച്ച് എന്ത് പറയുന്നു? യഹൂദന്മാരെ പുള്ളിയെ അല്ലെങ്കിൽ യേശുവിനെ സ്വത്രം എന്താണ് കൊടുക്കാൻ നോക്കാൻ വേണ്ടി വന്നപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് താഴോട്ട് വരുമ്പോൾ അവിടുത്തെ 58-ാമത്തെ വാക്യം, 8:58, യഹൂദന്മാർക്കൊരു 58-ാമത്തെ വാക്യം നമുക്ക് ഒന്ന് വായിച്ചു. അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അവനെ എറിയുവാൻ കല്ലെടുത്തു. യേശുവോ മറിഞ്ഞ് ദേവാലയം വിട്ടുപോയി. നോക്കിയേ, സ്വത്രം അവിടെ പറയുന്നു, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു. അതിന്റെ 51 മുതൽ പറയുന്നു, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. നോക്കിയേ, സ്വത്രം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ വചനം പ്രമാണിക്കുന്നവൻ എന്നോടുകൂടെ നിത്യകാലം വസിക്കും. എന്നിട്ട് താഴോട്ട് പോയി, യഹൂദന്മാർ അവനോട്, നീ ഭൂതബാധിതൻ എന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. അബ്രഹാമും പ്രവാചകന്മാരും മരിച്ചു, നീയോ എന്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം ആസ്വദിക്കുകയില്ല എന്ന് സ്വത്രം പറയുന്നു. ഞങ്ങളുടെ പിതാവായ അബ്രഹാമിനേക്കാൾ നീ വലിയവനാണോ? അവൻ മരിച്ചു, പ്രവാചകന്മാർ മരിച്ചു, നീ നിന്നെ തന്നെ ആരാക്കുന്നു എന്ന് ചോദിച്ചേന് യേശു അവനോട്, യേശു ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എന്റെ മഹത്വം ഏതുമില്ല. എന്നെ മഹത്വപ്പെടുത്തുന്നത് എന്റെ പിതാവാകുന്നു. അവനെ നിങ്ങളുടെ ദൈവം എന്ന് നിങ്ങൾ അറിയുന്നു, എങ്കിലും നിങ്ങൾ അവനെ അറിയുന്നില്ല. ഞാനോ അവനെ അറിയുന്നു. അവനെ അറിയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളെപ്പോലെ വ്യാജം പറയുന്നു എന്ന് ആകും. എന്നാൽ ഞാൻ അവനെ അറിയുന്നു, അവന്റെ വചനം പ്രമാണിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് പറയാണ്, നിങ്ങളുടെ പിതാവായ അബ്രഹാം എന്റെ ദിവസം കാണുമെന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു, അവൻ കണ്ട് സന്തോഷിച്ചും ഇരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യഹൂദന്മാർ അവനോട്, നിനക്ക് 50 വയസ്സായിട്ടില്ല. നോക്കിയേ, യഹൂദന്മാർ അവന് പറയാ, നിനക്ക് 50 വയസ്സായിട്ടില്ല, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ? നീ കണ്ടിട്ടില്ല, ഞങ്ങളുടെ പിതാവായിരുന്നു എന്ന് ചോദിച്ചു. യേശു അവരോട്, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുമ്പേ, ഈ ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ് സ്വത്രം ഞാനുണ്ട് എന്ന് പറഞ്ഞു. നോക്കിയേ, ഹാലലുയ സ്വത്രം. ഇന്ന് രാത്രി നോക്കിയേ, ഒരിക്കൽ സ്വത്രം കർത്താവ് യഹൂദന്മാരുമായി സംവാദിപ്പിച്ച ഒരു വിഷയമാണ് ഞാൻ നിങ്ങളോട് പറയുവാനിടയായി. അവിടെ കർത്താവ് തന്നെ പറയുകയാണ്, അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാൻ ഉണ്ടായിരുന്നു. സ്വത്രം. ഇനി നമുക്ക് ആ മഹാപുരോഹിത പ്രാർത്ഥനയില് 17-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരികയാണെങ്കിൽ, അത് 3 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുന്നതും ഇത് തന്നെയാണ്. മൂന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നതിന് തന്നെ നിത്യജീവനാകുന്നു.
നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ആ ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ നോക്കിയേ, മഹത്വപ്പെടുത്തണമേ. ആ ഒരു വാക്യം നിങ്ങളൊന്ന് വായിച്ച്. 5-ാമത്തെ വാക്യം പറയുകയാണ്, ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകുന്നതിന് മുമ്പ്. അതാണ് യോഹന്നാൻ പറയുന്നത്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇവിടെ പറയുകയാണ് അല്യസത്രം, ഈ കർത്തുപാർത്ഥനയിൽ പറയുകയാണ്, ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പ് എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. കർത്തുപ്രാർത്ഥനയിൽ പറയുന്നൊരു കാര്യമാണ്. അതിന്റെ 24-ാമത്തെ വാക്യം കൊണ്ട് വായിച്ചു. 24-ാമത്തെ വാക്യം, 17-ന്റെ 24-ാമത്തെ വാക്യം. പിതാവേ നീ പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്നിടത്ത് അവരും എന്നോട് കൂടെ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. നോക്കിയേ, കർത്താവ് പറയാണ്, ഇവര് ഹല്യസ്വത്രം, ഞാൻ ഇരിക്കുന്നിടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണം. എന്തിനാ? പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കുക കൊണ്ട്. ഇന്ന് രാത്രി ദൈവത്തെ മക്കളെ, ഹാല്യസ്വത്രം സ്വത്രം, ഹാല്യസ്വത്രം, ക്രിസ്തുവിന്റെ ആ അസ്തിത്വം എന്ന് പറയുന്നത് 2000 വർഷം മുമ്പ് ബേത്ലഹേമിൽ ജനിച്ച അനുഭവമല്ല. അതിനു മുമ്പേ ദൈവത്തോട് കൂടെയായിരുന്നു എന്ന്, ഇല്ലെങ്കിൽ അവൻ ദൈവമായിരുന്നു എന്ന് ഹാല്യ വ്യക്തമായി പറയുന്ന, തന്റെ ശിഷ്യന്മാരോട് യേശുവിന്റെ അന്ത്യ സംഭാഷണത്തിൽ പറയുന്ന കർത്താവ് പറയുന്ന കാര്യമുണ്ട്, അല്ലേ? ഹാല്യസ്വത്ര, അത് നമുക്കൊന്ന് നോക്കാം. ഹാല്യസ്വത്രം, അതിന്റെ ഹാല്യസ്വത്രം എവിടെ? അതിന്റെ യോഹന്നാൻ 16:28, ഇതിനു മുമ്പുള്ള 17-ാം അധ്യായത്തിന് മുമ്പുള്ള 16:28 അവിടെ ഒന്ന് വായിച്ച്. 16:28 വാക്യം. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു, പിന്നെയും ലോകത്തെ വിട്ടു പിതാവിന്റെ അടുക്കൽ പോകുന്നു. അതിന് അവന്റെ ശിഷ്യന്മാർ, ഇപ്പോൾ നീ സാദൃശ്യം ഒന്നും പറയാതെ സ്പഷ്ടമായി സംസാരിക്കുന്നു, നീ സകലവും അറിയുന്നു എന്നും ആരും നിന്നോട് ചോദിപ്പാൻ നിനക്ക് ആവശ്യമില്ല എന്നും ഞങ്ങൾ ഇപ്പോൾ അറിയുന്നു. നോക്കണേ, ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഉപമകളൊന്നുമില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഉപമകളൊന്നുമില്ല എന്നുള്ളത് നമ്മളൊന്നും അറിയണം കേട്ടോ. അവിടെ പറയാണ്, ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു, ഇപ്പോൾ വീണ്ടും ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുന്നു. ഇത് യേശു ആരോട് പറഞ്ഞതാ? യേശു ഹാല്യസ്തോത്രം തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ ലോകത്തിൽ നിന്ന്, പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു, ഇപ്പോൾ വീണ്ടും ലോകം വിട്ട് അതിന്റെ അന്ത്യ സമയങ്ങളിലേക്കാണ് അവിടെ പറയുന്നത്. അതിന് ശിഷ്യന്മാർ, ഇപ്പോൾ നീ ഉപമ ഒന്നും പറയാതെ സ്പഷ്ടമായിട്ട് സംസാരിക്കുന്നു. സ്തോത്രം. നീ സകലതും അറിയുന്നു എന്ന് നിനക്ക് ആരോടും ഒന്നും ചോദിക്കുവാൻ ആവശ്യമില്ല എന്ന് ഇപ്പോൾ ഞങ്ങൾ അറിയുന്നു. നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് ഇതിനാൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. യേശു അവരോട്, ഇപ്പോൾ വിശ്വസിക്കുന്നുവോ? ഹാല്യസ്തോത്രം. നോക്കിയേ, ഹാല്യസ്തോത്രം ദൈവമക്കളെ, ഹാല്യസ്തോത്രം, ഇത് പിതാവിന്റെ അടുക്കൽ നിന്ന് കടന്നു വന്നു എന്ന് ഹാല്യസ്തോത്രം അവിടെ കാണുവാൻ കഴിയുന്നു. നോക്കിയേ, ഇത് അവിടെ തന്നെയല്ല നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇത് യോഹന്നാന്റെ സുവിശേഷത്തിലോ ലേഖനത്തിൽ മാത്രമല്ല, മീഖാ പ്രവാചകന്റെ പുസ്തകം വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചപ്പോൾ, യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രവചിച്ചപ്പോൾ അവിടെ ഹാല്യസ്തോത്രം ഇതിനെക്കുറിച്ച് എഴുതി. മീഖാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യം. ഇത് നമ്മള് ഈ യേശുക്രിസ്തുവിനെ കുറിച്ചൊന്ന് തിരിച്ചറിയണം. നമുക്ക് ഈ ഒരു വലിയ പ്രശ്നമെന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കർത്താവായ യേശുക്രിസ്തു ആരാണ്, എങ്ങനെയുള്ളതാണ്, ഇല്ലെങ്കിൽ എന്താണ് എന്നൊന്നും മനസ്സിലാക്കുവാൻ പലപ്പോഴും നമുക്ക് കഴിയത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ കേൾക്കുന്ന ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് വളരെ ചുരുക്കമുള്ള 30 മിനിറ്റോ ഇല്ലെങ്കിൽ 25 മിനിറ്റോ മാത്രം വചനം കേൾക്കുമ്പോൾ ഹാല്യസ്തോത്രം അതിൽ ഇതൊന്നും പറയുവാൻ ആരും തുനിയാറില്ല, അല്ലേ? ഹാല്യസ്തോത്രം ദൈവമക്കളെ, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്തോത്രം ബൈബിൾ സ്റ്റഡിയൊക്കെ ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഉപവാസ പ്രാർത്ഥനയൊക്കെ ഇത് പറയുവാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കണം. അപ്പോ മീഖാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യം ഒന്ന് വായിച്ചേ. മീഖാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യം. അതിന്റെ അവിടെ പറയുകയാണ്, നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിനായിരിക്കുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ.
നോക്കിക്കോണേ, വർഷങ്ങൾക്ക് മുമ്പ് ബേത്ലഹേം എന്നൊരു ചെറിയ ഗ്രാമം, ആ യേശു അവിടെ ജനിക്കുമെന്നും ആ യേശുവിന് ഇടം കൊടുക്കുന്ന ഇല്ലെങ്കിൽ അവിടെ ആ കാര്യങ്ങളൊക്കെ ആല്യ സ്വത്രം അവിടെ പറയുന്ന ആ, ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത്. നീയോ ബേത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതാണെങ്കിലും ഇസ്രയേലിന് അധിപതിയാകേണ്ടവൻ എനിക്ക് നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും. അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്നവൻ. നോക്കണേ, അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്നവൻ. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ് മീഖാ പ്രവാചകന്റെ പുസ്തകം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഹാല്യ സ്വത്രം, ആ കർത്താവിന്റെ ഹാല്യ സ്വത്രം നമുക്ക് കാണുന്നത് അവൻ ഹാല്യ യേശു ക്രിസ്തുവിന്റെ ആ കാര്യത്തെ കുറിച്ച് അവിടെ പറയുന്നത് അല്ലേ. യേശു ക്രിസ്തുവിന്റെ പൂർവാസ്തിത്വത്തെ കുറിച്ച് പറയുമ്പോൾ ഹാല്യ സ്വത്രം മീഖാ പ്രവാചകൻ പറയുന്നത് ഹാല്യ യുഗങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്നവൻ. സ്വത്രം സദൃശവാക്യങ്ങളില് വാക്യങ്ങളില് 8-ാം അധ്യായത്തില് ഒരു കാര്യം പറയുന്നുണ്ട്. അതിന്റെ 22 മുതലുള്ള വാക്യങ്ങള് നമുക്കറിയാം. സദൃശവാക്യങ്ങളില് വ്യക്തിരൂപം ധരിച്ച ദൈവജ്ഞാനമായി യേശുവിനെ ചിത്രീകരിച്ച ഒരു ശേഷം ലോകസൃഷ്ടിയിൽ അതെങ്ങനെയാണെന്ന് വ്യാപരിച്ചു കിടക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. സദൃശവാക്യങ്ങളിലേക്കൊന്ന് കടന്നു വന്നേ. 8-ാം അധ്യായം 22-ാമത്തെ വാക്യം തൊട്ട് അവിടെ ജ്ഞാനത്തെ കുറിച്ചാണ് അവിടെ പറയുന്നതെങ്കിലും യഹോവ പണ്ടുപണ്ടേ തന്റെ വഴിയുടെ ആരംഭമായി തന്റെ പ്രവൃത്തികളുടെ ആദ്യമായി എന്നെ ഉളവാക്കി. ഞാൻ പുരാതനമേ ആദിയിൽ തന്നെ ഈ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആഴങ്ങളിൽ ഇല്ലായിരുന്നപ്പോൾ ഞാൻ ജനിച്ചിരുന്നു. വെള്ളം നിറഞ്ഞ ഉറവുകൾ ഇല്ലായിരുന്നപ്പോൾ തന്നെ പർവ്വതങ്ങളെ സ്ഥാപിച്ചതിനു മുമ്പേയും കുന്നുകൾക്കു മുമ്പേയും ഞാൻ ജനിച്ചിരിക്കുന്നു. അവൻ ഭൂമിയെയും വയലുകളെയും ഭൂതലത്തിന്റെ പൊടിയെയും തുകയും ഉണ്ടാക്കിയിട്ടില്ലാത്ത സമയത്ത് തന്നെ അവൻ ആകാശത്തെ ഉറപ്പിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ ആഴത്തിന്റെ ഉപരിഭാഗത്തു വൃത്തം വരച്ചപ്പോഴും അവൻ മീതെ മേഘങ്ങളെ ഉറപ്പിച്ചപ്പോഴും ആഴത്തിന്റെ ഉറവുകൾ തടിച്ചപ്പോഴും വെള്ളം അവന്റെ കൽപ്പനയെ അതിക്രമിക്കാത്തവണ്ണം അവൻ സമുദ്രത്തിന്റെ അതിർ വെച്ചപ്പോഴും ഭൂമിയുടെ അടിസ്ഥാനം ഇട്ടപ്പോഴും ഞാൻ അവന്റെ അടുക്കൽ ശില്പിയായിരുന്നു. ഇടപെടാതെ അവന്റെ മുമ്പിൽ വിനോദിച്ചുകൊണ്ട് 29 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ മതി. നോക്കി 31 വരെയുള്ള വാക്യങ്ങൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യഹോവ അനാദിയായി തന്റെ വഴിയുടെ ആരംഭമായി തന്റെ പ്രവൃത്തികളുടെ ആദ്യമായി എന്നെ നിയമിച്ചു. ഞാൻ നിത്യത മുതൽ ആദിയിൽ തന്നെ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ ഉണ്ടായിരുന്നു. മോശ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ യോഹന്നാൻ ആദിയെക്കുറിച്ചാണ് പറയുന്നത്. നിത്യതയിൽ സ്വത്രം അനാദികാലത്ത് മുമ്പ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്. പർവ്വതങ്ങൾ സ്ഥാപിക്കുന്നതിന് മുമ്പ്, കുന്നുകൾ സ്വത്രങ്ങൾക്ക് മുമ്പ് ഞാൻ ഉണ്ടായിരുന്നു. അവൻ ഭൂമിയെയും വയലുകളെയും ഭൂതലത്തിന്റെ പൊടിയെയും കണികളിൽ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഞാൻ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ മക്കളെ, ആ കർത്താവാണ് സ്വത്രം ദൈവമക്കളെ. ഭൂതലത്തില് സ്വത്രം ഇപ്രകാരം സാക്ഷാൽ പുത്രനായ ദൈവം തന്നെയാണ്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളാതെ വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി അവതരിപ്പിച്ച് സ്വത്രം ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്വത്രം അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോട് സമത്വം മുറുകെ പിടിക്കുകയുള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താനെ ശൂന്യനാക്കി വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണയുള്ളവനായി തീരുവാനിടയായി. ദൈവത്തിന്റെ മക്കളെ, എന്തിനു വേണ്ടിയാണ്? സ്വത്രം കർത്താവ് നമുക്ക് വേണ്ടി സ്വത്രം നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി സ്വത്രം ദൈവത്തും ഇല്ലെങ്കിൽ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടെ സമത്വം മുറുകെ പിടിക്കാതെ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് സ്വത്രം നമ്മെ പോലെ ഒരുവനായി തീർന്ന് സ്വത്രം സകല കഷ്ടങ്ങളും അനുഭവിച്ച് ക്രൂശിന്മേൽ കയറി സ്വത്രം അവസാനത്തുള്ളി രക്തം പോലെ ഊറ്റിത്തന്ന് സ്വത്ര ശാപവർണം ഏറ്റെടുത്ത് കർത്താവിന്റെ താഴ്മയുടെ സ്വത്രം
അളക്കുവാൻ പറ്റാത്ത ഹാലിയ സ്വത്രം അഗാധമായ അനുഭവത്തെക്കുറിച്ചാണ് പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത്. ഹാലിയ സ്വത്രം ദൈവമക്കളെ, ഹാലിയ സ്വത്രം കർത്താവ്, ഹാലിയ സ്വത്രം അവിടെ പറയുകയാണ്, അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സർവ്വലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെ മുടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് ഹാലിയ സ്വത്രം പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റു പറയേണ്ടി വരികയും ചെയ്യുന്നൊരു ദിവസം കടന്നു വരുന്നു. ഇന്ന് രാത്രി ദൈവമക്കളെ, ഈ ലോകത്തെ സൃഷ്ടിച്ചവൻ, അനാദികാലത്തുള്ളവൻ ഈ ലോകത്തിലേക്ക് കടന്നു വരുവാനിടയായെങ്കിൽ എന്തിനു വേണ്ടിയാണ്? ഈ ഹാല്യസ്വത്രം, ഹാല്യപ്പൊടിയായിരുന്ന ഹാല്യസ്വത്രം നമ്മളെ, ഹാല്യസ്വത്രം അവന്റെ ഹാല്യ രക്തം കൊണ്ട് സുഗന്ധപൂർണമാക്കി തീർക്കുവാൻ കർത്താവ് ഇടവരുത്തിയെങ്കിൽ ഹാല്യസ്വത്രം ദൈവമക്കളെ, എത്രത്തോളം നാം കർത്താവിനെ സ്തുതിക്കേണ്ടത് ആവശ്യമാണ്. ആ കർത്താവിനുമായിട്ടുള്ളൊരു ബന്ധം, ഹാല്യസ്വത്രം സ്വത്രം ഇപ്രകാരമുള്ള ഇല്ലെങ്കിൽ ദൈവപുത്രനോട് ഹാല്യ തങ്ങൾക്കുണ്ടായിരിക്കേണ്ട ബന്ധത്തെ പറ്റിയാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ഹാല്യ സ്വത്രം 1 യോഹന്നാനിൽ എഴുതുവാനിടയായത്. നോക്കിയേ, ഈ കർത്താവുമായിട്ടുള്ള ബന്ധം, ഇപ്രകാരമുള്ള ദൈവപുത്രനോട് ഞങ്ങൾക്കുണ്ടായിരുന്ന ബന്ധം അപ്പോസ്തലൻ ഈ ലേഖനത്തിൽ പ്രസ്താവിക്കുകയാണ്. സ്വത്രം അത് സത്യവും ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നതും അത് സജീവമായി ഞങ്ങളോട് കൂടെ പ്രവർത്തിച്ചതും തങ്ങളെപ്പോലെ ഒരു മനുഷ്യനായി വ്യക്തമായി അവിടുന്ന് ഞങ്ങളോടൊപ്പം ജീവിച്ചതിനെ കുറിച്ച് തങ്ങൾ അദ്ദേഹത്തിന്റെ വാക്ക് കേൾക്കുകയും ഹാല്യ സ്വത്രം അവിടെ പറയും, ഞങ്ങൾ കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങൾ അദ്ദേഹത്തെ സ്പർശിച്ചതും സ്വത്രം ഹാല്യ സ്വത്രം താൻ പറയുകയാണ്, ആ ദൈവത്തെ, ആ കർത്താവിനെ, ആ ക്രിസ്തുവിനെ അവന്റെ കൂട്ടായ്മയിൽ പകർന്നു കൊടുക്കുവാനാണ് ഈ ലേഖനം എഴുതിയെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ആ കൂട്ടായ്മ എത്ര വലിയ സജീവമാണ് ദൈവമക്കളെ, അതെത്ര വലിയ ആനന്ദമായിരിക്കണം. ഇന്ന് രാത്രിയിൽ ഹാല്യസ്വത്രം അതിന്റെ 3-ാം വാക്യം പറയുകയാണ്, ഞങ്ങൾ കണ്ടും കേട്ടിട്ടുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോടുള്ള കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനും നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടു കൂടിയാണ്. അവിടെ പറയുകയാണ്, ഹാല്യസ്വത്രം ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടു കൂടിയാണ്. യേശുമായി തങ്ങൾക്കുണ്ടായിരുന്ന ഇല്ലെങ്കിൽ തങ്ങൾ അനുഭവിച്ച ആ കൂട്ടായ്മ, ഇല്ലെങ്കിൽ തങ്ങൾ അനുഭവിച്ച സഹിത്വം പിതാവായ ദൈവത്തിനോട് തന്നോടുള്ള കൂട്ടായ്മയായി ഹാല്യസ്വത്രം അപ്പോസ്തലൻ അവിടെ വരച്ചു കാട്ടുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, യോഹന്നാന്റെ ലേഖന സുവിശേഷത്തിൽ പറയുകയാണ്, 14-ാം അധ്യായം 29 വാക്യം 9 അതിന്റെ 20 വാക്യങ്ങളെന്ന് വായിക്കുമ്പോൾ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് അന്ന് നിങ്ങൾ അറിയും. ഒരു ദിവസം അറിയും. നമ്മൾ പാടിയ പാട്ടില്ലയോ, 1000 ആണ്ട് വാഴും, കർത്താവ് വേഗത്തിൽ വരും, ഹാല്യസ്വത്രം ശുഭ്രവസ്ത്രധാരിയായി ഹാല്യസ്വത്രം നമ്മളെ ചേർക്കുവാനായി അവൻ കടന്നു വരും എന്ന് ഹാല്യസ്വത്രം അവിടെ നമുക്ക് പാടിയെങ്കിൽ, എന്നെ കണ്ടവനെ പിതാവിനെ കണ്ടിരിക്കുന്നുവെന്നും ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമെന്ന് അന്ന് അറിയും. സ്വത്രം എന്താണ് കൂട്ടായ്മ? ഹാല്യസ്വത്രം ആ കൂട്ടായ്മയുടെ നിർവചനം എന്താണെന്ന് നാം പലരും കരുതുന്ന പോലെ വിശ്വാസികൾ ഒരുമിച്ച് കൂടുന്നതും പാട്ട് പാടുന്നതോ ആരാധിക്കുന്നതോ ഇല്ലെങ്കിൽ തമ്മിലുള്ള സ്നേഹബന്ധമോ എന്ന് പറയുന്നതിൻ്റെ ഒരു ഇല്ലെങ്കിൽ ദിവ്യമായ ഒരു വേറൊരു തലമാണ്. അന്യോന്യം സ്നേഹത്തോടും വലിയ ആത്മാർത്ഥതയായ ഒരു ആശയവിനിമയത്തോടെ, ആത്മീയമായ കൈത്താങ്ങലോടെ, പരസ്പര ആത്മീയ ബന്ധത്തോടെ, ദൈവികമായ ഒരു ഹൃദയ ഐക്യത്തോടെ പ്രവർത്തിക്കുന്ന സ്നേഹത്തിന് അധിഷ്ഠിതമായ ഒരു ബന്ധമാണ് ഈ കൂട്ടായ്മ എന്ന് പറയുന്നത്. ദൈവമക്കളെ, വിശ്വാസികൾ സ്നേഹത്തോടായിരിക്കണം. അവർക്ക് ഡബിൾ മൈൻഡ് ഉണ്ടാവാൻ പാടില്ല. ദൈവത്തോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും അതുകൊണ്ടാണ് പറയുന്നത് കൂട്ടായ്മ ഉണ്ടാകണേ. താഴോട്ട് പറയുന്നുണ്ട്, അവനോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും ഇരുളിൽ നടക്കുകയും ചെയ്താൽ നാം വ്യാജം പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നില്ല. ഹാലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഹാലേലൂയ, സ്തോത്രം, ദൈവമക്കളെ, ദൈവമക്കൾ തമ്മിൽ
ഗാഠമായൊരു ബന്ധമുണ്ടാകണം, ആത്മാർത്ഥമായൊരു ബന്ധമുണ്ടായിരിക്കണം. ഇത് സ്വന്തം അപ്പനും അമ്മയിൽ നിന്ന് ജനിച്ച ഒരു അനുഭവമല്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന് ഹാല്യസ്തോത്രം. ഇനിയും ഹാല്യസ്തോത്രം നമ്മൾ ഒരുമിച്ചൊരു വാസമുണ്ട്, ഇല്ലേ? നമ്മുടെ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ ഹാല്യസ്തോത്രം എങ്ങനെയാണ് ഏക മാർഗം, നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാനുള്ള ഏക മാർഗം, മനുഷ്യ ജീവിതത്തിൽ യഥാർത്ഥമായി സന്തോഷം സമ്പൂർണതയും ലഭിക്കുവാനുള്ള ഏക മാർഗം ക്രിസ്തുവിനിലൂടെ ദൈവത്തിലുള്ള കൂട്ടായ്മയാണെന്ന് അപ്പോസ്തലൻ പറയുകയാണ്. ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുവാൻ ഈ ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് ഇത്രത്തോളം സന്തോഷമുള്ള ഒരു വിശ്വാസം, ഇല്ലെങ്കിൽ ആ മാർഗം. ദൈവമക്കളെ, ഹാല്യസ്തോത്രം എത്ര വലിയ കാര്യമാണ്. കർത്താവ് തന്നെ ഈ കാര്യം തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, അല്ലേ? ഹാല്യസ്തോത്രം തന്റെ ശിഷ്യന്മാരോട് ഹാല്യസ്തോത്രം പറഞ്ഞ 2 വേദഭാഗങ്ങൾ നമ്മളൊന്ന് വായിക്കുമ്പോൾ, ഈ വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലാണ് ആ വാക്യങ്ങളെ കാണുവാൻ കഴിയുന്നു. പിതാവ് എന്നെ സ്നേഹിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ഇല്ലേ? 15-ാമത്തെ വാക്യം. അതിന്റെ അവിടെ പറയുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്, എൻ്റെ പിതാവ് തോട്ടക്കാരനാണ്, എന്നിൽ കായ്ക്കാത്ത. അവിടെ പറഞ്ഞു, ഹാല്യ ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ഇപ്പോൾ ശുദ്ധമായി തീർന്നു, എന്നാൽ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിൽ വസിക്കാം. കർത്താവ് പറയാണ് ഹാല്യസ്തോത്രം. എന്നിട്ട് 9-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ അതിന്റെ 9-ാമത്തെ വാക്യം പറയുകയാണ്, പിതാവ് എന്നെ സ്നേഹിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, എന്റെ സ്നേഹത്തിൽ വസിപ്പീൻ. ഹല്ലേലൂയ. എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും. അതിന്റെ 11-ാമത്തെ വാക്യം, എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ ഇത് എഴുതുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, കൂട്ടായ്മ എന്ന് പറയുന്നത് അവന്റെ പിതാവിനോടും പുത്രനായ യേശുക്രിസ്തുവിനോടും ആകുന്നു. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞാൻ നിങ്ങൾക്ക് ഇത് എഴുതുന്നു. ഈ സന്തോഷ പരിപൂർണതയിൽ യേശുക്രിസ്തുവിൽ വസിച്ച് യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തിനനുസരിച്ച് ജീവിച്ച്, അവിടെ പറയുകയാണ്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാ, എൻ്റെ പിതാവ് തോട്ടക്കാരന്, എന്നിൽ കായ്ക്കാത്ത കൊമ്പ് നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടത് ചെത്തി വെടിപ്പാക്കുന്നു. ഇന്ന് രാത്രിയിൽ ദൈവത്തോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും ആ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ഹാല്യസ്തോത്രം നടക്കുകയും ചെയ്യുമ്പോൾ, ദൈവമക്കളെ, അതാണ് ഹാല്യസ്തോത്രം ഈ കൂട്ടായ്മയുടെ മഹത്വം എന്ന് പറയുന്നത്. സന്തോഷപൂർണ്ണമാക്കുവാൻ അടുത്തൊരു കാര്യമുണ്ട്. അത് ഹാല്യസ്തോത്രം നാളെ കൂട്ടായ്മയുടെ ഹാല്യസ്തോത്രം നേട്ടങ്ങളെ കുറിച്ച് നമുക്ക് നാളെ ഹാല്യസ്തോത്രം ദൈവവചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയാകട്ടെ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ക്രിസ്തു ജീവന്റെ വചനമാണ്, അവൻ ആദിയിൽ ഉണ്ടായിരുന്നവനാണ്. ഞാൻ ഒരുപാട് വേദവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് ഇന്ന് രാത്രിയിൽ ഹാല്യസ്തോത്രം സംസാരിക്കുവാനിടയായി. ഞങ്ങളോടുള്ള കൂട്ടായ്മ എന്ന് പറയുന്നത് അത് പുത്രനോടും ദൈവത്തോടും കൂടെയാണ് എന്ന് നമുക്ക് കാണുവാൻ. ആ കൂട്ടായ്മ എത്ര സജീവമാണ്, എത്ര ആനന്ദമാണ്. സ്തോത്രം. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാൻ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് അന്ന് നിങ്ങൾ അറിയും. എന്താണ് കൂട്ടായ്മ പറയുന്നത്? ഹാല്യസ്തോത്രം ദൈവമക്കളെ, പാട്ട് പാടുന്നതോ ആരാധിക്കുന്നതോ മാത്രമല്ല, അന്യോന്യം സ്നേഹിച്ച് ആത്മാർത്ഥതയോടുകൂടി ആശയവിനിമയം ചെയ്ത് ആത്മീകമായി കൈത്താങ്ങൽ കൊടുത്ത് പരസ്പരം ആത്മീയ സമ്പന്നതയിൽ മുന്നേറി ഹൃദയത്തിന്റെ ഐക്യത്തോടെ. ദൈവമക്കളെ, ആദിമ സഭയിൽ ഒരനുഭവം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? അവർ ഐക്യതയോടെ ഒരുമനപ്പെട്ട്, അവിടെ എപ്പോഴും കാണുന്നു ഒരുമനപ്പെട്ട് ഐക്യതയോടെ സ്തോത്രം അവർ കാണുന്നു. അപ്പോസ്തലപ്രവൃത്തി നിങ്ങൾ വായിക്കുമ്പോൾ അവർ ഐക്യതയോടെ നിന്നു, ഒരുമനപ്പെട്ടു. അവരുടെ ഹൃദയം ഏകമായിരുന്നു. ഇന്ന് രാത്രിയിൽ ഈ 2026 ജനുവരി മാസം അവസാന തീയതിയിലേക്ക് നാം കടന്നു വരുമ്പോൾ ആ ക്രിസ്തുവിനെ കുറിച്ചൊന്നും അറിയണം, ക്രിസ്തുവിൻ ആരാണെന്നറിയണം. നമുക്കുള്ളൊരു ഏറ്റവും വലിയ പ്രശ്നം എന്തെന്നറിയാമോ? നമുക്ക് ഈ ബൈബിളൊക്കെ നല്ലപോലെ അറിയാം, ബൈബിളിൽ PhD ഉണ്ട്. പക്ഷേ PhD ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. യേശു ക്രിസ്തുവിനെ അറിയുന്നവൻ യേശു ക്രിസ്തുവിനെ പോലെ നടക്കണം, യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് അനുരൂപമായി. കാരണം എന്തെന്നറിയാമോ?
നമ്മൾ വായിച്ചതുപോലെ ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം, അവൻ ദൈവമായിരുന്നവൻ. അവൻ വേഷത്തിൽ ഹല്ലേലൂയ മനുഷ്യനായി വിളങ്ങി ഈ ലോകത്തിലേക്ക് ജഡമെടുത്ത് ഇറങ്ങി വന്നു. നമ്മളെപ്പോലെ കഷ്ടത അനുഭവിച്ച് ഹല്ലേലൂയ നിന്ദയും പരിഹാസവും പഴിയും ദുഷിയും ഒക്കെ ഏറ്റ് നാം അവസാനത്തുള്ളി രക്തം പോലെ ഊറ്റിത്തന്ന കാൽവറിയിൽ യാഗമായി തീർന്ന കർത്താവിനെ ഹല്ലേലൂയ, സ്തോത്രം, ഇന്ന് രാത്രിയിൽ ഓർത്തി ആ ക്രൂശിലേക്കൊന്ന് നോക്കി. ഹല്ലേലൂയ, സ്തോത്രം, അവന്റെ മുഖം വിരൂപമായി ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, അവന്റെ മാറത്ത് ഹല്ലേലൂയ കുന്തം കൊണ്ട് കുത്തി. ആ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തി. ഹല്ലേലൂയ, സ്തോത്രം, ചമ്മട്ടി കൊണ്ടടിച്ചു. ഓരോ രോമങ്ങളും ഹല്ലേലൂയ, സ്തോത്രം, പിഴുതെടുത്തു. ഹല്ലേലൂയ, തലയിൽ ഹല്ലേലൂയ മുൾക്കുരിടം അണിയിച്ചു. എന്തിനാ? നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി. എന്നിട്ടും നമ്മൾ ആദ്യ സ്വഭാവത്തിലേക്ക് നാം കടന്നു പോവുകയാണ്. ഇന്ന് രാത്രി നാം ഒന്ന് ചിന്തിക്കേണ്ടതേ ആവശ്യമാണ്. തൊന്നവശം, പക, പിണക്കം, ജാരസംഘം, ഹല്ലേലൂയ, ക്രോധം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഇതൊക്കെ ദൈവഹിതത്തിന് എതിരാണ്. ഉപവാസ പ്രാർത്ഥന ശുദ്ധീകരണത്തോടെ ദിവസനെ കടന്നു വരണം. കർത്താവിന്റെ വരവിൽ കാണണമെങ്കിൽ പാടിയത് കൊണ്ട് കാര്യമില്ല, പ്രാർത്ഥിച്ചത് കൊണ്ട് കാര്യമില്ല. പാടുന്നതോടൊപ്പം പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ശ്രേഷ്ഠതയോടെ ജീവിക്കുമ്പോൾ മാത്രമാണ് ദൈവമക്കളെ ഈ പറയുന്ന ഞാനും ഹല്ലേലൂയ, സ്തോത്രം, നമ്മളൊന്നും പരിപൂർണരല്ല. നമ്മൾ ഹല്ലേലൂയ, സ്തോത്രം, ഓരോ ദിവസം കഴിയും തോറും ദൈവത്തിന്റെ സ്വഭാവത്തിന് അനുരൂപപ്പെട്ട് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം കൊണ്ട് എല്ലാം അങ്ങ് നേരെയാകുമെന്നൊന്നും ആർക്കും പറയുവാൻ കഴിയത്തില്ല. ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവകരങ്ങളിലേക്ക് കൊടുക്കാം. ഈ ഉപവാസ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരുക. നമ്മൾ ചെത്തി മിനുസപ്പെടുത്തേണ്ടടത്ത് ചെത്തി മിനുസപ്പെടുത്തി. എവിടെയാണ് കുറവെന്ന് കണ്ട്. കാരണം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ പറഞ്ഞല്ലോ, ഉത്തമഗീതത്തിൽ പറഞ്ഞു, അവൻ അഗ്നിജാലയ്ക്കത്തുള്ള കണ്ണുള്ളവൻ. ഹല്ലേലൂയ, സ്തോത്രം, സകലത്തെയും അറിയുന്നവൻ. അവൻ ഇരിക്കുന്നതും അവൻ എഴുന്നേൽക്കുന്നതും. അതുകൊണ്ടാ ഹല്ലേലൂയ നഥനയേലിനോട് പറയുന്നത്, നീ സാക്ഷാൽ ഇസ്രായേലിയൻ, നിനക്ക് കപടമില്ല. നോക്കിയേ, ഹല്ലേലൂയ, സ്തോത്രം, നീ സാക്ഷാൽ ഇസ്രായേലിയൻ. ഹല്ലേലൂയ, ഹൃദയത്തിന്റെ എക്സ്റേക്ക് പോലും കാണുവാൻ കഴിയാത്തത്, സ്കാനിങ്ങിന് പോലും കാണുവാൻ കഴിയാത്തത് എൻ്റെ കർത്താവിന് കാണുവാൻ കഴിയും. ഗലീല കടലില് ഹല്ലേലൂയ, സ്തോത്രം, സഞ്ചരിക്കുന്ന ഏത് മീനിന്റെ ഹല്ലേലൂയ വയറ്റിൽ ഹല്ലേലൂയ ചതുർധർമ്മ പണമുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുവാൻ കഴിവുള്ളവൻ യേശുവാണെന്ന് ഇന്ന് രാത്രി അറിഞ്ഞിരിക്കണം. ആ കർത്താവുമായിട്ടാണ് എനിക്ക് നിനക്ക് ബന്ധമുള്ളത്. അവൻ ഇന്നും ഇന്നലെയും എന്നേക്കും അനന്യനായ കർത്താവാ. അവൻ അനാദി ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തോട് കൂടിയിരുന്നു. ഞാൻ ഹല്ലേലൂയ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം നമ്മൾ ഹല്ലേലൂയ, സ്തോത്രം, 5 മുതൽ താഴെയുള്ള വാക്യങ്ങൾ വായിച്ചല്ലോ. ദൈവമക്കളെ, ആ കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ഹല്ലേലൂയ, നമുക്ക് എത്ര നിർമ്മലതയോടെ ജീവിക്കണം. നമ്മുടെ വാക്ക്, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ നോട്ടം, നമ്മുടെ സംസാരം, നമ്മുടെ ചിന്താഗതികൾ എല്ലാം അറിയുന്ന കർത്താവിന്റെ മുമ്പിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ആദ്യത്തെ ദിനം ഒന്ന് സമർപ്പിച്ചാട്ടെ. യേശുവിന്റെ കരത്തിലേക്കൊന്ന് കൊടുത്താട്ടെ. അവനെപ്പോൾ ആരാധിപ്പാൻ യോഗ്യൻ വേറെ ആരുമില്ല. അവനെപ്പോൾ ജനിച്ചവൻ ആരുമില്ല. അവനെപ്പോലെ മരിച്ചവൻ ആരുമില്ല. അവനെപ്പോലെ പ്രവർത്തിച്ചവൻ ആരുമില്ല. അവനെപ്പോലെ ഹല്ലേലൂയ ഉയർത്തെഴുന്നേറ്റവൻ ആരുമില്ല. അവനെപ്പോലെ ഹല്ലേലൂയ സൗഖ്യം കൊടുത്ത് പ്രവർത്തിച്ചവൻ വേറെ ആരുമില്ല. അവനെപ്പോലെ ഇതാ ഞാൻ വേഗം വരുന്നു നിങ്ങളെ ചേർക്കുവാൻ എന്ന് പറഞ്ഞ ഹല്ലേലൂയ വേറെ ഒരുവനും ഈ ലോകത്തിൽ ജീവിച്ചിട്ടില്ല. ഹല്ലേലൂയ, സ്തോത്രം, ആ ക്രിസ്തുവിനെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. ഇന്ന് രാത്രി കർത്താവിന്റെ പാദപീഠത്തിൽ കൊടുക്കാം. ഈ വചനങ്ങളാൽ നമ്മളെ ശുദ്ധീകരിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന്റെ വചനം കേൾക്കുന്നത് തന്നെ ശുദ്ധീകരണമാണ്. സ്തോത്രം, അവന്റെ വചനത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. യൂദയെ കുറിച്ചൊന്ന് എടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. കാരണം ഹല്ലേലൂയ, സ്തോത്രം, അവന്റെ കൂടെ നടന്നിട്ട് അവനെ ഒറ്റി കൊടുത്തവനാണ്. 3.5 വർഷക്കാലം തന്റെ കൂടെ നടന്ന ഹല്ലേലൂയ യൂദയെ അറിഞ്ഞിട്ടും അവനെ കൊണ്ടു നടന്നൊരു കർത്താവ്. ആ കർത്താവിനെ ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ആ പാദപീഠത്തിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ടായിരിക്കുമ്പോൾ തുടർന്നുള്ള ശുശ്രൂഷ കർത്താവിന്റെ ദാസൻ നിർവഹിക്കും. കർത്താവിന്റെ വരവ് വീണ്ടും നമുക്ക് കണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ. കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവവചനം ജീവനും ശക്തിയും